പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 29, 2025 തുലാമാസം 12-ാം തീയതി. സർവ്വ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ ഇന്ന് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം എന്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നത്, മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നത്. ഒന്നാമത്, പരിശുദ്ധ ദൈവമാതാവ് സഭയുടെയും വിശ്വാസികളുടെയും മാതാവും മാതൃകയുമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈശോയുടെ അമ്മയാണ്. അതേസമയം തന്നെ ഏത് കാര്യം വിശുദ്ധ ബൈബിളിൽ നിന്ന് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പഠന വിധേയമാക്കിയാലും ആർക്കും മാതൃകയായി നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. താഴ്മയുടെ രാജ്ഞി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കാം. അങ്ങനെ പരിശുദ്ധ ദൈവമാതാവിനെ വിശേഷിപ്പിക്കുക. എന്താണ് രാജാക്കന്മാരുടെ രാജ്ഞി എന്ന് ചോദിച്ചാൽ, നസ്രാന യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ആണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യഹൂദന്മാരല്ല. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ അവിടെ യഹൂദന്മാരുടെ രാജാവാണ് എങ്കിൽ തീർച്ചയായും രാജാവിൻ്റെ അമ്മയാണ് പരിശുദ്ധ ദൈവമാതാവ്. താഴ്മയുടെ അമ്മ എന്ന് വെറുതെ എടുത്തല്ല. അമ്മയുടെ താഴ്മദാസി എന്ന വാക്കിനകത്ത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് താഴ്മയുടെ അമ്മ എന്ന് പറയുന്നത്. ഇനിയും യേശുക്രിസ്തുവിനെയും മാതാവിനെയും തമ്മിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മനുഷ്യരൊക്കെ പറയാം. അത് ഞാൻ നാളെ അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം നൽകും. അതായത് പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് മാതാവിനെ ആരാധിക്കുന്നു എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഹൈപ്പർലുയ എന്ന് പറയപ്പെടുന്നൊരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ബഹുമാനമാണ്, സ്നേഹമാണ്. അപ്പോൾ ആ ഒരു ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് പരിശുദ്ധ ദൈവമാതാവിനെ കാണുന്നത്. അല്ലാതെ യേശുക്രിസ്തുവിന് പകരമായിട്ട് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗം അന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഫേസ്ബുക്കിൽ വെച്ചാണെന്ന് തോന്നുന്നു പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്, മദർ ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്, തെയോത്തോക്കോസ്. അത് ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. ദൈവമാതാവെന്ന് വിളിക്കുന്നത് തെയോത്തോക്കോസിൽ വെച്ച് സഭാ ഔദ്യോഗികമായിട്ടാണെങ്കിലും വിശുദ്ധ ബൈബിളിൽ അങ്ങനെയല്ല. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എന്ന് എലിശബാ പുണ്യവർ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടത്തിലൂടെ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എഫെസസിലൊരു പുതുമയല്ലാതെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് കർത്താവിൻ്റെ അമ്മ. ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ പഠിപ്പിക്കുന്നതാണ്. ഒന്ന്, പരിശുദ്ധ ദൈവമാതാവ് ജന്മപാപമില്ലാതെ ജനിച്ച വ്യക്തിയാണ്. ജന്മപാപമില്ലാതെ ജനിച്ച വ്യക്തി എന്ന് പറയാനുള്ള കാരണം അത് അല്പം താത്വികമായി ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവം എന്നത് തിന്മയോ കളങ്കോ ഇല്ലാത്തവരാണ്. ദൈവം എന്ന് ആ തിന്മയിൽ, അതായത് പ്യുവർ ആക്ട് അല്ലെങ്കിൽ പ്യൂരിറ്റി എന്നൊക്കെ പറയും, ആ പ്യൂരിറ്റി ഉള്ള ഒരാൾ ജനിക്കണമെങ്കിൽ അത്രത്തോളം വിശുദ്ധമായ ഒരു സ്ഥലത്ത് മാത്രമേ ജനിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ജന്മഭാവമില്ലാത്തവളെന്ന് നമ്മൾ സഭ വിശേഷിപ്പിക്കും. എവിടെയാണോ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത്. കാരണം യേശുക്രിസ്തു എന്നത് തീർച്ചയായിട്ടും പിതാവാം ദൈവത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധിയുടെ നിറകുടമാണ്. അപ്പോൾ പരിശുദ്ധിയുടെ നിറകുടത്തിന് പിറക്കണമെങ്കിൽ പാപമില്ലാത്തൊരുത്തിയെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ പാപമില്ലാത്ത അല്ലെങ്കിൽ ജന്മപാപമില്ലാത്തവൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് അങ്ങനെയാണ്. ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നേരം സംസാരിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്, പരിശുദ്ധ ദൈവമാതാവിനെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപണം ചെയ്തു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഞാൻ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത അനുസരിച്ച് പറയുന്നു. ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അനേക വ്യക്തികളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലെ പരാമർശമുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപണം ചെയ്തു എന്ന് സഭ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈശോയുടെ അമ്മയെ ഈശോ കൂട്ടിക്കൊണ്ടുപോയി യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്. കുരിശിൻ്റെ വീട്ടിൽ വെച്ച്, ഇതാ നിൻ്റെ മകൻ, അതായത് നിൻ്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. എന്നാൽ മറിയത്തെ ഈ ലോകത്തിൽ ശരീരത്തിൽ അവശേഷിപ്പിച്ചിട്ട് പോയിട്ടില്ല. അമ്മയ്ക്ക് അവിടെ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ, അമ്മയ്ക്ക് സ്ഥാനം കൊടുത്ത് ഇത് മനസ്സിലാക്കണമെങ്കിൽ സോളമൻ്റെ പുസ്തകം എടുത്ത് വായിക്കുന്ന നല്ലതാണ്.
സോളമൻ്റെ അമ്മ ബത്ശേബായ്ക്ക് സോളമൻ എപ്പോഴും തൻ്റെ സിംഹാസനത്തിനടുത്ത് ഒരു സ്ഥാനം കൊടുത്തിരുന്നു എന്ന് പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് സഭാ പാരമ്പര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിലെ റെഫറൻസൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ദൈവമാതാവിൽ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നുമല്ല, കേവലം ഒരു വിശ്വാസം മാത്രം മതി. വിശ്വസിക്കുക എന്നത് പരിശുദ്ധ ദൈവമാതാവിനോട് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഈശോയോടൊക്കെ ഒന്ന് പറയണമേ എന്ന് പറയുന്ന ഒരു സ്നേഹം, അത് മാത്രം മതി. ഇതിൽ ആർക്കാണ് സംശയം, ആർക്കാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിനെ തലനാരിഴ കീറിക്കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിശ്വാസത്തിൻ്റെ കണ്ണിൽ ഞങ്ങൾ എവിടേക്കോ വലിയൊരു തലത്തിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്കാണ്. സിമ്പിൾ ഫെയ്ത്ത് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് എന്താണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, അതരത്തിൽ ഏറ്റുപറയുക, വിശ്വസിക്കുക, അതിരത്തിലേറ്റു പറയുക, അവർക്കാണ് വിശ്വാസം വലുത്. അതുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്, അല്ലാതെ ഇവിടുത്തെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയല്ല. വില്യം ബാർക്ലേ വായിക്കുന്ന പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്കല്ല ഞാൻ ഈ സംസാരിച്ചേ. ജെറോമിൻ്റെ ചിന്തകൾ എടുക്കുന്ന, അല്ലെങ്കിൽ സെൻറ്റ് അഗസ്റ്റിൻ്റെയോ സെൻറ്റ് തോമസിൻ്റെയോ മറേഷാലിൻ്റെയോ ചിന്ത എടുക്കുന്നവരോടല്ല ഞാനീ പറഞ്ഞത്, സാധാരണക്കാരോടാണ്. അപ്പോൾ എല്ലാ സാധാരണക്കാരും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഒരുപാട് പഠിച്ചു എന്ന് വിചാരിച്ച് വിശ്വാസം ത്യജിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. പഠിക്കുന്തോറും എളിമ വർദ്ധിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.